കോടതിയുടെ മുന്നിൽ പരിഗണനയിലിരിക്കുന്ന ഒരു മാറ്ററാണ്. കസ്റ്റഡി ആപ്ലിക്കേഷന് വേണ്ടി കൊണ്ടുവന്നിരിക്കുക. രാവിലെ തൊട്ട് കസ്റ്റഡി ആപ്ലിക്കേഷനുള്ള ആർഗ്യുമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എഫ്ഐആറിൽ പേരില്ല. അഡീഷണൽ റിപ്പോർട്ട് ഇന്ന് താണ്ട് ഈ 3 ദിവസം കഴിഞ്ഞു. ഇതുവരെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കിയിട്ടില്ല. ഇദ്ദേഹം പ്രതിയാണെന്നോ ഇദ്ദേഹത്തിന് എന്ത് അടിസ്ഥാനത്തിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ടെന്നോ ഇതുവരെ യാതൊരുവിധ ഡോക്യുമെൻറ്റും കോടതിയുടെ മുന്നിൽ പോലീസുകാർക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. ആൻഡ് ദ സ്പാ ഓണേഴ്സ് ആൻഡ് ദ പോലീസ് ആർ ലൈക്ക് എ റിലേറ്റീവ്സിനെ പോലെയാണ്. 10 അടി വെക്കുമ്പോൾ സ്പായ്ക്ക് ഇതുണ്ട്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ 6 സ്പാ നടത്തുന്ന ഒരു യുവതി കൊടുത്ത പരാതിയുടെ പേരിൽ യാതൊരുവിധ അടിസ്ഥാനമില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്ത് യാതൊരുവിധ ഡോക്യുമെൻറ്റും ഇല്ലാതെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. What insisted the police officers to arrest such a person and remanded him to the judicial custody? സ്പായ്ക്കോ ഈ പറയുന്ന യുവതിക്കോ യാതൊരുവിധ അംഗീകൃത ഡോക്യുമെൻ്റ് ഉള്ളതായിട്ട് ഇന്ന് താണ്ടി ഇതേ നിമിഷം വരെ കോടതിയുടെ മുമ്പാകെ ഒന്നും ഹാജരാക്കിയിട്ടില്ല. നമുക്ക് കോടതിയുടെ ഉള്ളിൽ നിൽക്കുന്ന മാറ്റർ നിങ്ങളോട് സംസാരിക്കാൻ പറ്റത്തില്ല. നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഈ സ്പാ അനധികൃതമായിട്ടുണ്ടാക്കുന്നതാണോ, ഇവർക്ക് പ്രോപ്പറായിട്ട് ലൈസൻസ് ഉണ്ടോ, പ്രോപ്പർ ഡോക്യുമെൻ്റ് ഉണ്ടോ, ഇദ്ദേഹത്തെ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഗൂഢാലോചന എന്താണ്? ഗൂഢാലോചന ഈസ് വെരി മച്ച് സ്പെസിഫിക്. ഇദ്ദേഹം 27-ാം തീയതി മരട് പോലീസ് സ്റ്റേഷൻ മുമ്പാകെ കാക്കനാട് സ്ഥിതി ചെയ്യുന്ന സൈബർ പോലീസ് മുമ്പാകെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതുപോലുള്ള ഇൻസ്റ്റാ മാനിയക്കുകൾ ഉണ്ടാക്കുന്ന പൈസകൾ ഇതുപോലുള്ള സ്പായ്ക്കും ഡ്രഗ് ആക്ടിവിറ്റിക്കും വേണ്ടിയിട്ട് ഈ എറണാകുളം പോലുള്ള ടൗണിൽ ഇതാക്കുന്നത്. അതിനകത്ത് സ്പാ ആക്ടിവിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രതിയാണ് ഈ കേസിലെ ഡിഫാക്റ്റോ കംപ്ലൈൻറ്റ്. പോലീസ് എങ്ങനെയോ ആ സോഴ്സിൻ്റെ കംപ്ലൈൻറ്റ് പുറത്തു കൊടുത്തിട്ട് ഇദ്ദേഹത്തിനെതിരെ മുൻകരുതലോടുകൂടി ഗൂഢാലോചനയോടുകൂടി ഇപ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. അല്ലാതെ യാതൊരുവിധ ഡോക്യുമെൻറ്റും ഇല്ലാതെ നാളെ ഇവർ ഇന്ത്യൻ പ്രസിഡന്റിനെ കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ടും പറയും ഇത് ഇദ്ദേഹവും പ്രതിയാണെന്ന്. മനസ്സിലായോ? അങ്ങനെ ഒരു സിസ്റ്റത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. പോലീസ് ഓഫീസേഴ്സ് ആർ ജസ്റ്റ് ലൈക്ക് ആൻ ഇൻഷുറൻസ് ഏജൻറ്റുമാരെ പോലെ വല പിടിച്ച് കേസ് പിടിച്ച് കോടതിയുടെ സമയവും ബാക്കിയുള്ളവരുടെ സമയവും മെനക്കെടുത്തുന്ന പണിയാണ് ഈ പോലീസ് ഓഫീസേഴ്സ് കാണിക്കുന്നത്. ഇതിനെതിരെ ആക്ട് ചെയ്യേണ്ടത് ഇവിടുത്തെ ജസ്റ്റിസ് സിസ്റ്റമാണ്, ഇവിടുത്തെ ഹോം മിനിസ്ട്രി അഫയേഴ്സാണ്. ഇതിനെതിരെ പ്രോപ്പറായിട്ട് പോലീസുകാരുടെ ഇത്തരം പ്രവർത്തികളെ ഇതാക്കണം. ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എല്ലാം ഹനിക്കത്തക്ക വിധത്തിൽ ഒരു കാര്യമാണ് ഇവരിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനെതിരെ ഒരു ആക്ഷൻ ഉണ്ടാവണം. 27-ാം തീയതി ഇദ്ദേഹത്തിൻ്റെ പരാതിയായിട്ട് മരട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പം അവിടുത്തെ ഓഫീസേഴ്സ് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പേര് 55 കേസുണ്ട്, അതുകൊണ്ട് പരാതി എടുക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് ആ പരാതി പുറത്തേക്ക് ചോർത്തി കൊടുക്കാൻ വേണ്ടി ആ സമയം എടുക്കുന്നത്? നമ്മൾ CJMൻ്റെ മുന്നിലുള്ള കാര്യം ധരിപ്പിച്ചു, CMB ഇട്ടു, അദ്ദേഹത്തിൻ്റെ സോൺ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി കമ്മിങ് 25-ലോ 26-ലോ വെച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ സ്റ്റേജിൽ നിൽക്കുന്നത്. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല.